ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദ മേക്കിംഗ് ഓഫ് എ ഗ്ലോബൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. ഫസ്റ്റ് സെക്ഷൻ, ദ പ്രീ മോഡേൺ വേൾഡ്. When we talk of globalization, we often refer to an economic system that has emerged since the last 50 years or so. But as you will to see in this chapter, the making of the global world has a long history of trade, of migration of people in search of work, the movement of capital, and much else. As we think about the dramatic and visible signs of global interconnectedness in our lives today, we need to understand the phases through which this world in which we live has emerged. അപ്പോൾ നമ്മൾ ഗ്ലോബൽ വേൾഡിലേക്ക് അല്ലെങ്കിൽ മോഡേൺ വേൾഡിലേക്ക് നോക്കുന്നതിന് മുമ്പ് തന്നെ അതിന് മുമ്പ് ഒരുപാട് പ്രോസസ്സ് ഉണ്ടായിരുന്നു. ഈ ഗ്ലോബൽ വേൾഡ് അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതായത് ട്രേഡ്, മൈഗ്രേഷൻ, അതുപോലെ തന്നെ ക്യാപിറ്റലിൻ്റെ മൂവ്മെൻറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൂടെ നമ്മൾ അതിനു മുമ്പ് പരിശോധിക്കണം. All through history, human societies have become steadily more interlinked. From ancient times, travelers, traders, priests, and pilgrims traveled vast distance for knowledge, opportunity, and spiritual fulfillment, or to escape persecution. They carried goods, money, values, skills, ideas, inventions, and even germs and diseases. As early as 3000 BCE, an active coastal trade linked the Indus Valley civilization with present-day West Asia. For more than a millennia, cowries, the Hindi Khaudi or seashells, used as a form of currency. From the Maldives found their way to China and East Africa. The long distance spread of disease carrying germs may be traced as far back as the 7th century. By the 13th century, it had become an unmistakable link. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ ആൻഷ്യൻ ടൈംസ് നോക്കിയാൽ മുതലേ ഇതുപോലെയുള്ള ഇൻ്റർലിങ്ക്സ് കാണാൻ പറ്റും. അതായത് ആൻഷ്യൻ ടൈമിൽ ട്രാവലേഴ്സും ട്രേഡേഴ്സും പ്രീസ്റ്റും പിൽഗ്രിംസും ഒക്കെ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അറിവിന് വേണ്ടിയും അവസരത്തിന് വേണ്ടിയും ഭക്തിയുടെ സാഫല്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്പിരിച്വൽ ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയൊക്കെ ഒരുപാട് ദൂരങ്ങൾ അവർ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ എന്ത് കൊണ്ടുവരും? ഗുഡ്സ് കൊണ്ടുവരും, മണി കൊണ്ടുവരും, വാല്യൂ കൊണ്ടുവരും, സ്കിൽസ്, ഐഡിയാസ്, ഇൻവെൻഷൻസ് ആൻഡ് ഇവൻ ജേംസ് ആൻഡ് ഡിസീസ്. അങ്ങനെ എല്ലാ തരത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ 3000 BCയിൽ ഒരു കോസ്റ്റൽ ട്രേഡ് അല്ലെങ്കിൽ കടൽ മാർഗ്ഗമുള്ള ഒരു കച്ചവട ലിങ്കൊക്കെ ഉണ്ടായിരുന്നു. ഇൻഡസ് വാലി സിവിലൈസേഷനും വെസ്റ്റ് ഏഷ്യയുമായിട്ട് ആ ഒരു ലിങ്ക് ഉണ്ടായിരുന്നു കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള. ഖൗറീസ് അല്ലെങ്കിൽ ഈ സീഷെൽസ് കറൻസി ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാലദ്വീപ്സിലുള്ള ആ സീഷെൽസ് ചൈനയിലോ ഈസ്റ്റ് ആഫ്രിക്കയിലോ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇത് കൂടാതെ ലോങ് ഡിസ്റ്റൻസ് സ്പ്രെഡ് ഡിസീസിൻ്റെ അല്ലെങ്കിൽ അസുഖങ്ങളുടെയൊക്കെ വ്യാപനം. സിൽക്ക് റൂട്ട്സ് ലിങ്ക് ദ വേൾഡ്. The Silk Routes are a good example of vibrant pre-modern trade and cultural links between the distant parts of the world. The name Silk Routes point to the importance of the westbound Chinese silk cargoes along this route. Historians have identified several silk routes over land and by sea, knitting together vast regions of Asia and linking Asia with Europe and Northern Africa. They are known to have existed since before the Christian era and thrived almost till the 15th century. But Chinese pottery also traveled the same route, as did textiles and spices from India and Southeast Asia. In return, precious metals, gold and silver flowed from Europe to Asia. അപ്പോൾ സിൽക്ക് റൂട്ട്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു നല്ല എക്സാമ്പിളാണ്. അതായത് പണ്ടത്തെ പ്രീ മോഡേൺ ട്രേഡിൻ്റെയും കൾച്ചറൽ ലിങ്ക്സിൻ്റെയൊക്കെ ഒരു എക്സാമ്പിളാണ്. പല സ്ഥലത്തേക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവരെ എത്തിച്ചേർന്നതിൻ്റെ ഒരു തെളിവാണ് ഈ സിൽക്ക് റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിൽക്ക് റൂട്ട്സ് എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ ഈ സിൽക്ക് റൂട്ട്സ് എന്ന് പേര് കിട്ടാൻ തന്നെ കാരണം ചൈനീസ് സിൽക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ആ റൂട്ടിൽ കൂടെ അത് കയറ്റുമതി ചെയ്തതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാരണമാണ് അതിന് സിൽക്ക് റൂട്ട്സ് എന്നൊക്കെ പേര് വന്നത്. അപ്പോൾ സിൽക്ക് റൂട്ട്സ് ഒരുപാടെണ്ണം കടലിൽ കൂടിയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സിൽക്ക് റൂട്ട്സ് വഴി ഏഷ്യയിലുള്ള വരെ യൂറോപ്പിലേക്കും നോർത്തേൺ ആഫ്രിക്കയിലും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ക്രിസ്ത്യൻ ഇറക്കി മുമ്പ് തന്നെ 2023 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സിൽക്ക് റൂട്ട്സ് നിലവിലുണ്ടായിരുന്നു. ഇവിടെ നിന്ന് സ്പൈസസും ടെക്സ്റ്റൈൽസും ചൈനീസ് പോട്ടറിയൊക്കെ പോകുന്നതിന് പകരം അവിടെ നിന്ന് പ്രഷ്യസ് മെറ്റൽസ് ആണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നത്, ഗോൾഡും സിൽവറും പോലുള്ള കാര്യങ്ങൾ. Trade and cultural exchange always went hand in hand. Early Christian missionaries almost certainly traveled this route to Asia.
as did early Muslim preachers a few centuries later. Much before all this, Buddhism emerged from eastern India and spread in several directions through intersecting points on the Silk Routes. അപ്പോൾ സിൽക്ക് റൂട്ട്സിലൂടെ ട്രേഡും കൾച്ചറും എല്ലാം വ്യാപനം ചെയ്തിരുന്നു. അപ്പോൾ കച്ചവടം വ്യാപനം ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അതിനുശേഷം ക്രിസ്ത്യൻ മിഷണറീസൊക്കെ ഈ സിൽക്ക് റൂട്ടിലൂടെയാണ് ഏഷ്യയിലേക്ക് വന്നത്. അതുപോലെ തന്നെ മുസ്ലിം പ്രീച്ചേഴ്സും ഒക്കെ ഇതുവഴിയാണ് എത്തിയത്. തിരിച്ച് ഈസ്റ്റേൺ ഇന്ത്യയിൽ എമേർജ് ചെയ്ത ബുദ്ധിസം ഇങ്ങോട്ട് തിരിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയത് ഈ ഒരു സിൽക്ക് റൂട്ടിലൂടെയാണ്. ഫുഡ് ട്രാവൽസ്, സ്പഗേത്തി ആൻഡ് പൊട്ടറ്റോ. Food offers many examples of long distance cultural exchange. Traders and travelers introduced new crops to the lands they traveled. Even ready foodstuff in distant parts of the world might share common origins. Take spaghetti and noodles. It is believed that noodles travel west from China to become spaghetti, or perhaps Arab traders took pasta to 5th century Sicily, an island now in Italy. Similar foods were also known in India and Japan, so the truth about their origin may never be known. Yet such guesswork suggests the possibilities of long-distance cultural contact even in the pre-modern world. അപ്പോൾ പ്രീ മോഡേൺ വേൾഡ് ഫുഡ് അല്ലെങ്കിൽ ഫുഡിൻ്റെ ഒരു എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ട്, ഒരു ലോങ് ഡിസ്റ്റൻസ് കൾച്ചറൽ എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇപ്പോൾ പല ഭാഗത്തുള്ള കച്ചവടക്കാർ അല്ലെങ്കിൽ ട്രാവലേഴ്സൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെയുള്ള ക്രോപ്സൊക്കെ ഇവിടെ എന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെയുള്ള ക്രോപ്സൊക്കെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഫുഡിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യാപനം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ റെഡി ഫുഡ് സ്റ്റെപ്പും പല സ്ഥലത്തും കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അതായത് ഇപ്പം സ്പഗേറ്റി നൂഡിൽസും എടുത്താൽ നൂഡിൽസ് ചൈനയിൽ നിന്നും, ചൈനയുടെ വെസ്റ്റ് ഭാഗത്തു നിന്നും ബാക്കിയുള്ള ലോകത്തേക്ക് പോയാണ് സ്പഗേറ്റി എന്നറിയപ്പെടുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അറബ് ട്രേഡേഴ്സ് പാസ്ത അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോയി ഇറ്റലിയിലൊരു ഒരു ഐലൻഡിലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ സിമിലർ ഫുഡ്സ് നമുക്ക് ഇന്ത്യയിലും ജപ്പാനിലും കാണാൻ പറ്റും. അങ്ങനെ ഒരു ലോങ് ഡിസ്റ്റൻസ് കൾച്ചറൽ കോണ്ടാക്റ്റ് പ്രീ മോഡേൺ അല്ലെങ്കിൽ മോഡേൺ വേൾഡിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാം. Many of our common foods such as potatoes, soya, groundnuts, maize, tomatoes, chilies, sweet potatoes and so on were not known to our ancestors until about 5 centuries ago. These foods were only introduced in Europe and Asia after Christopher Columbus accidentally discovered the vast continent that would be later become known as the Americas. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കോമൺ ഫുഡ്സുകളായ പൊട്ടാറ്റോസ്, സോയ, ഗ്രൗണ്ട് നട്ട്സ്, മെയ്സ്, ടൊമാറ്റോസ്, ചില്ലീസ്, സ്വീറ്റ് പൊട്ടാറ്റോസ് ഇതൊന്നും നമ്മുടെ ആൻസിസ്റ്റേഴ്സിന് 5 സെഞ്ചുറീസ് മുമ്പ് അറിയത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ 5 സെഞ്ചുറി മുമ്പ് ഉണ്ടായിരുന്ന സാധനങ്ങളല്ല ഇതൊന്നും. കൊളംബസ് അമേരിക്ക കണ്ടെത്തിയതിന് ശേഷം അവിടെ നിന്നും യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കൊക്കെ എത്തിയ ഫുഡ് ഐറ്റംസാണ് അല്ലെങ്കിൽ ക്രോപ്പ് ഐറ്റംസാണ് ഇതൊക്കെ. സംടൈംസ് ദ ന്യൂ crops could make the difference between life and death. Europe's poor began to eat better and live longer with the introduction of the humble potato. Ireland's poor peasants became so dependent on potatoes that when disease destroyed the potato crop in the mid-1840s, hundreds of thousands died of starvation. അപ്പോൾ എന്താണ് പുതിയ ക്രോപ്സിൻ്റെ കടന്നുവരവ് ചിലപ്പോൾ എന്താണ് ലൈഫും തരും അതുപോലെ തന്നെ ഡെത്തും തരും. ഇപ്പോൾ യൂറോപ്പിലെ പാവപ്പെട്ട ജനങ്ങൾ നല്ല രീതിയിൽ കഴിക്കാനും അതുപോലെ തന്നെ ഒരുപാട് കാലം ജീവിക്കാൻ തുടങ്ങി ഈ പൊട്ടറ്റോ കഴിച്ചു തുടങ്ങിയത് വഴി. അയർലാൻഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അയർലാൻഡിലെ ഈ പാവപ്പെട്ട കർഷകർ ഈ പൊട്ടറ്റോ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ഡിസീസ് വന്ന് പൊട്ടറ്റോ ക്രോപ്പ് മൊത്തം നശിച്ചപ്പോൾ 1840 നശിച്ചപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരാണ് പട്ടിണി കാരണം മരണപ്പെട്ടത്. Conquest, disease and trade. The pre-modern world shrunk greatly in the 16th century after European sailors found a sea route to Asia and also successfully crossed the Western Ocean to America. 4 centuries before, the Indian Ocean had known a bustling trade with goods, people, knowledge, customs, etc. crisscrossing its water. The Indian subcontinent was central to these flows and crucial point in their network. The entry of the European helped expand or redirect some of these flows towards Europe. 16-ാം നൂറ്റാണ്ടിലൊക്കെ യൂറോപ്യൻ സെയിലേഴ്സ് ഏഷ്യയിലേക്കൊക്കെ സീ റൂട്ട് കണ്ടുപിടിച്ച് തുടങ്ങി. വെസ്റ്റേൺ ഓഷനും അമേരിക്കയിലുമൊക്കെയൊക്കെ അവർ എത്തിപ്പെട്ടു തുടങ്ങി. അതായത് ഈ സീ റൂട്ട്സിൻ്റെ ഡെവലപ്മെൻറ്റ് കൂടി വന്നു. അപ്പോൾ അന്ന് വരെ ഇന്ത്യൻ ഓഷനിലെ
കൂടെ എന്താണ് വാട്ടേഴ്സിൽ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രേഡും ഗുഡ്സും പീപ്പിളും നോളജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ ഭൂഖണ്ഡമായിരുന്നു. അതിനോടൊപ്പം എന്താണ് ഈ യൂറോപ്യൻസ് എൻട്രി ചെയ്ത വഴി അത് എക്സ്പാൻഡ് ചെയ്യാനും റീഡയറക്റ്റ് ചെയ്യാനും തുടങ്ങി. അതായത് അത് കൂടുതൽ വിപുലപ്പെടാനും അതുപോലെ തന്നെ യൂറോപ്പിലേക്ക് അത് കാര്യങ്ങൾ റീഡയറക്റ്റ് ചെയ്യപ്പെടാനും തുടങ്ങി. Before its discovery, America had been cut off regular contact with the rest of the world for millions of years. But from the 16th century, its vast lands and abundant crops and minerals began to transform trade and lives everywhere. അപ്പോൾ അമേരിക്ക കണ്ടെത്തുന്നതിന് മുമ്പ് അമേരിക്കയെക്കുറിച്ച് നൂറ്റാണ്ടുകളായിട്ട് ഒരു വിവരവും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അമേരിക്കയെക്കുറിച്ച് പുറം ലോകത്ത് ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അമേരിക്ക കണ്ടെത്തിയതിന് ശേഷം ആണ് അവിടുത്തെ ഈ ലാൻഡിനെ കുറിച്ചും അല്ലെങ്കിൽ അവിടുത്തെ ക്രോപ്സിനെ കുറിച്ചും മിനറൽസിനെ കുറിച്ചും ഒക്കെ ലോകത്തിലെ പല ഭാഗങ്ങളുള്ളവർ അറിയാൻ തുടങ്ങുന്നത്. പ്രഷ്യസ് മെറ്റൽസ്, particularly silver from mines located in present day Peru and Mexico, also enhanced Europe's wealth and financed its trade with Asia. Legends spread in 17th century Europe about South America's fabled wealth. Many expeditions set off in search of El Dorado, the fabled city of gold. അപ്പോൾ എന്താണ് ഈ പ്രഷ്യസ് മെറ്റൽസ്, അതായത് സിൽവർ കണക്കുള്ള പ്രഷ്യസ് മെറ്റൽസ് പെറുവിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമൊക്കെ കണ്ടെത്തിയത് വഴി എന്താണ് യൂറോപ്പിൻ്റെ വെൽത്തും അതുപോലെ തന്നെ ഏഷ്യയുമായിട്ടുള്ള ട്രേഡും ഒക്കെ കുതിച്ചുയരുകയാണ് ഉണ്ടായത്. അപ്പോൾ 17ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഒരു ലെജൻഡ് അല്ലെങ്കിൽ ഒരു കെട്ടുകഥയൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. എന്താണ് സൗത്ത് അമേരിക്കയുടെ ആ ഒരു വലിയ സമ്പാദ്യത്തെക്കുറിച്ച്. അപ്പോൾ പല നാവികരും ഇങ്ങനെ എക്സ്പെഡിഷൻസ് നടത്തുകയാണ് എൽ ഡൊറാഡോയെ തേടി, അതായത് ഒരു സിറ്റി ഓഫ് ഗോൾഡിനെ തേടി സെർച്ച് നടത്തുകയാണ്. The Portuguese and Spanish conquest and colonization of America was decisively underway by the mid-17th century. European conquest was not just a result of superior firepower. In fact, the most powerful weapon of the Spanish conquerors was not a conventional military weapon at all. It was the germs, such as those of smallpox, that they carried on their person. Because of their long isolation, Americans' original inhabitants had no immunity against this disease that came from Europe. Smallpox in particular proved a deadly killer. Once introduced, it spread deep into the continent, ahead even of any Europeans reaching there. It killed and decimated whole communities, paving the way for conquest. അപ്പോൾ പോർച്ചുഗലിൻ്റെ സ്പെയിൻ്റെയൊക്കെ കോൺക്വസ്റ്റ് അമേരിക്കൻ സെഞ്ചുറിയിലാണ് നമ്മൾ കാണുന്നത്. യൂറോപ്യൻ കോൺക്വസ്റ്റിൻ്റെ അല്ലെങ്കിൽ യൂറോപ്യൻ കോൺക്വസ്റ്റിൻ്റെ ഒരു പവർഫുൾ വെപ്പണായിട്ട് അല്ലെങ്കിൽ സ്പാനിഷ് കോൺക്വറേഴ്സ് ഉപയോഗിച്ചിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കൺവെൻഷണൽ മിലിറ്ററി വെപ്പൺസ് ഒന്നും അല്ലായിരുന്നു. അതിന് പകരം ഈ ജെംസ് ആയിരുന്നു, അല്ലെങ്കിൽ അണുക്കളായിരുന്നു. അപ്പോൾ ഈ സ്മോൾ പോക്സ് എന്ന് പറയുന്ന ആ ഒരു ജേം വഴി അമേരിക്കയിൽ ഒരുപാട് ഒറിജിനൽ ഇൻഹാബിറ്റൻസിനെ അവർ നശിപ്പിക്കുകയാണെന്ന് വെച്ചാൽ ഈ അമേരിക്കൻസ് പുറം ലോകമായിട്ട് അധികം കണക്ഷൻ ഇല്ല, അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഡിസീസ് ഒന്നും വരാത്തതുകൊണ്ട് അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവാണ്. ആ സമയത്തേക്കാണ് ഈ സ്മോൾ പോക്സ് പോലെ ഒരു ഡിസീസ് യൂറോപ്യൻസ് അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയ വിഭാഗം ഇത് പെട്ടെന്ന് പടരുകയും വലിയ വിഭാഗം പെട്ടെന്ന് മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ അവർക്ക് വന്നപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി, കോൺക്വസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കീഴടക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ എളുപ്പമായിട്ട് മാറി. Until the 19th century, poverty and hunger were common in Europe. Cities were crowded and deadly diseases were widespread. Religious conflicts were common and religious dissenters were persecuted. Thousands therefore fled Europe from America. Here by the 18th century, plantations worked by slaves captured in Africa were growing cotton and sugar for the European markets. അപ്പോൾ 19ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിൽ ഈ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ നല്ലോണം കാണാൻ പറ്റുമായിരുന്നു. ഇതുപോലെ തന്നെ സിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ജനങ്ങൾ താമസിച്ചിരുന്ന സ്ഥലവും അതുപോലെ തന്നെ ഈ ഡെഡ്ലി ഡിസീസൊക്കെ പെട്ടെന്ന് പടർന്ന് പിടിക്കുന്ന സ്ഥലമായിരുന്നു. അതിൻ്റോടൊപ്പം റിലീജിയസ് പരമായിട്ടുള്ള മതപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരുപാട് ദുർവശങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ആ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ സമയം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ രക്ഷ തേടി യൂറോപ്പിൽ നിന്നുള്ളവർ ഒരുപാട് പേര് അമേരിക്കയിലേക്ക് പോവുകയാണ്. അതിനോടൊപ്പം ഈ ആഫ്രിക്കയിൽ 18ാം നൂറ്റാണ്ടിൽ പ്ലാന്റേഷൻസിൽ സ്ലേവ്സിനെ കൊണ്ട് വർക്ക് എടുപ്പിക്കുകയാണ്. ഈ കോട്ടനും ഷുഗറും ഗ്രോ ചെയ്യിക്കുകയാണ്. യൂറോപ്യൻ മാർക്കറ്റ്സിന് വേണ്ടി അവരെ കൊണ്ട് അടിമകളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. Until well into the 18th century, China and India were among the world's richest countries. They were also preeminent in Asian trade.
However, from the 15th century, China is said to have restricted overseas contact and retreated into isolations. China's reduced role and the rising importance of the Americans gradually moved the center of the world trade westwards. Europe now emerged as a center of world trade. അപ്പോൾ എന്താണ്, നമ്മൾ 18ാം നൂറ്റാണ്ട് വരെ നോക്കുകയാണെങ്കിൽ ചൈനയും ഇന്ത്യയായിരുന്നു ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങൾ. അപ്പോൾ ഈ സമയത്ത് 15ാം നൂറ്റാണ്ടോടുകൂടി ചൈനയിലെ ഈ പുറം ലോകത്തേക്കുള്ള കച്ചവടം റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. അതുവഴി ചൈനയുടെ ഈ റെസ്ട്രിക്ഷൻ വഴിയും അമേരിക്കയുടെ ഒരു കണ്ടുപിടുത്തം വഴി അവിടുത്തെ ഒരു ഇമ്പോർട്ടൻസ് കൂടുന്നത് വഴി എന്താണ്, ഈ കച്ചവടം അല്ലെങ്കിൽ അത് കച്ചവട സെൻറ്റർ വെസ്റ്റിലേക്ക് തിരിയുകയാണ്. അപ്പോൾ യൂറോപ്പ് എന്താണ്, ഒരു സെൻറ്റർ ഓഫ് വേൾഡ് ട്രേഡ് അല്ലെങ്കിൽ ലോകത്തെ ആകമാന കച്ചവടത്തിൻ്റെ ഒരു സെൻറ്ററായിട്ട് യൂറോപ്പ് മാറുകയാണ്. The 19th century. The world changed profoundly in the 19th century. Economic, political, social, cultural, and technological factors interacted in complex ways to transform societies and reshape external relations. Economists identified three types of movement or flows within international economic exchanges. The first is the flow of trade, which in the 19th century referred largely to trade in goods. The second is the flow of labor, the migration of people in search of employment. The third is the movement of the capital or short-term or long-term investment over long distances. All three flows were closely interwoven and affected people's lives more deeply now than ever before. The interconnection could sometimes be broken. For example, labor migration was often more restricted than goods or capital flows. Yet it helps us understand the 19th century world economy better if we look at these three flows together. അപ്പോൾ നോക്കുകയാണെങ്കിൽ 19ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ഈ വലിയ മാറ്റങ്ങളുണ്ടായ സമയമാണ്. അതായത് കൾച്ചറലി അല്ലെങ്കിൽ ട്രേഡ് പരമായിട്ടും പൊളിറ്റിക്കൽ, സോഷ്യൽ എല്ലാ തരത്തിലും നോക്കിയാലും വലിയ മാറ്റങ്ങളുണ്ടായ ഈ സമയമാണ് ഈ 19ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. അപ്പോൾ 19ാം നൂറ്റാണ്ടിൽ പ്രധാനമായിട്ടും 3 മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ 3 ഫ്ലോസ് അല്ലെങ്കിൽ ഒഴുക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തേതെന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ട്രേഡാണ്, കച്ചവടത്തിൻ്റെ ഒഴുക്കാണ്. അവരെന്താണ്, ട്രേഡ് ഇൻ ഗുഡ്സ് അല്ലെങ്കിൽ സാധാരണ സാമഗ്രികൾ കച്ചവടം ഇങ്ങനെ പല സ്ഥലത്തേക്ക് കച്ചവടം ചെയ്യാൻ തുടങ്ങി. ക്ലോത്തും വീറ്റും പോലുള്ള സാധനങ്ങൾ കച്ചവടം ചെയ്യാൻ തുടങ്ങി. സെക്കൻഡ് എന്ന് പറയുന്നത് ലേബറാണ്, അല്ലെങ്കിൽ ജോലിക്കാരുടെ ഒഴുക്കാണ്. എന്താണ്, ജോലിക്കാരെ അല്ലെങ്കിൽ തൊഴിലാളികൾ തൊഴിലന്വേഷിച്ച് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി. മൂന്നാമത്തേതെന്ന് പറയുന്നത് ക്യാപിറ്റലിൻ്റെ ഒഴുക്കാണ്. ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒഴുക്കാണ്. വലിയ ടേം അല്ലെങ്കിൽ ചെറിയ ടേം അങ്ങനെ ഒരു നീണ്ട കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ദൂരസ്ഥലങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ഈ 3 ഒഴുക്കുകൾ കാരണം ആണ് ആ ഒരു മാറ്റം ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാം. പല സമയത്ത് ഈ ഫ്ലോസ് ബ്രോക്കൺ ആവുന്നുണ്ട്. അതായത് ഇപ്പോൾ ഗുഡ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽസിൻ്റെ ഫ്ലോ കണക്കല്ലായിരുന്നു ഈ ലേബർ മൈഗ്രേഷൻ. അത് ചിലപ്പോൾ റെസ്ട്രിക്റ്റഡ് ആവും, അല്ലെങ്കിൽ തൊഴിലാളികൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് ചിലപ്പോൾ തടഞ്ഞു വയ്ക്കും. അങ്ങനെയുള്ള പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ 3 ഫ്ലോസ് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ ഈ 19th സെഞ്ചുറിയിലെ വേൾഡ് എക്കണോമിയെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാവും. വേൾഡ് എക്കണോമി ടേക്സ് ഷേപ്സ്. A good place to start in the changing pattern of food production and consumption in industrial Europe. Traditionally, countries like to be self-sufficient in food, but in 19th century Britain, self-sufficiency in food meant lower living standards and social conflict. Population growth from the late 18th century had increased the demand for food grains in Britain. As urban centers expanded and industry grew, the demand for agricultural products went up, pushing up food grain prices. Under pressure from landed groups, the government also restricted the import of corn. The law allowing the government to do this were commonly known as the corn laws. Unhappy with high food prices, industrialists and urban dwellers forced the abolition of the corn laws. അപ്പോൾ ഈ പോപ്പുലേഷൻ കൂടിയ വഴി ഫുഡ് ഗ്രെയിൻസ് അല്ലെങ്കിൽ ആഹാര സാധനങ്ങൾക്കുള്ള ആവശ്യകത ബ്രിട്ടനിൽ കൂടുകയാണ്. ആ സമയത്ത് ഗ്രാജുവലി അതിൻ്റെ വിലയും കൂടും. പിന്നെ ഇതിനോടൊപ്പമാണ് ഗവൺമെൻറ് തീരുമാനിക്കുന്നത് കോണിൻ്റെ ഇമ്പോർട്ടിൽ, ചോളത്തിൻ്റെ ഇമ്പോർട്ടിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിനെതിരെ എല്ലാം വലിയ അസ്വാരസ്യങ്ങളുണ്ടാകുകയും കോൺ ലോസ് പിൻവലിക്കാൻ അല്ലെങ്കിൽ അബോളിഷ് ചെയ്യാൻ ഈ ഇൻഡസ്ട്രിയലിസം അർബൻ ഡെവലപ്പേഴ്സും ഒക്കെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അവർ അബോളിഷ് ചെയ്യിക്കുകയാണ്. After the corn laws were scrapped, food could be imported into Britain more cheaply than it would be produced within the country. British agriculture was unable to compete with imports. Vast areas of lands were now left uncultivated, and thousands of men and women were thrown out of work. They flocked to the cities or migrated overseas.
അപ്പോൾ എന്താണ് ഈ കോൺ ലോസ് ഇങ്ങനെ മാറ്റിയതിന് ശേഷം എളുപ്പത്തിൽ ഈ ഫുഡ് പുറത്തുനിന്നുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നതിനേക്കാളും, അതായത് ബ്രിട്ടനിൽ ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ഫുഡ് എളുപ്പത്തിലല്ല, ചിലവ് കുറഞ്ഞ രീതിയിൽ ഫുഡ് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റിയത് വഴി എന്താണ് ഇവിടെ ഉള്ള ഒരു കച്ചവടം, അല്ലെങ്കിൽ ഇവിടെയുള്ളൊരു ആ ഒരു കൾട്ടിവേഷൻ അസാധ്യമായിട്ട് വന്നു. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, അങ്ങനെ ഒരുപാട് ലാൻഡ് അൺകൾട്ടിവേറ്റഡ് ആയിട്ട് മാറുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, ഒന്നുകിൽ സിറ്റിയിലേക്ക് കുടിയേറും, അല്ലെങ്കിൽ എന്താണ് പുറം ലോകത്തേക്ക് അല്ലെങ്കിൽ വെളിയിലുള്ള രാജ്യങ്ങളിലേക്ക് പോകും. As food prices fell, consumption in Britain rose. From the mid-19th century, faster industrial growth in Britain also led to higher incomes and therefore more food imports. Around the world in Eastern Europe, Russia, America and Australia, lands were cleared and food production expanded to meet British demand. അപ്പോൾ അത് കാരണം ഫുഡ് പ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ ഫുഡിൻ്റെ പ്രൈസ് കുറയുകയാണ്, കൺസപ്ഷൻ കൂടുകയാണ്. ബ്രിട്ടനിലെ കൺസപ്ഷൻ കൂടുകയാണ്, ഫുഡിൻ്റെ പ്രൈസ് കുറയുകയാണ്. അപ്പോൾ mid-19th century 19ാം നൂറ്റാണ്ട് പകുതിയോടുകൂടി ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കുതിച്ചുയർന്നത് വഴി ഫുഡ് ഇമ്പോർട്ട്സിൻ്റെ ആവശ്യകത വരികയും ഈസ്റ്റേൺ യൂറോപ്പും റഷ്യയും അമേരിക്കയിലെയും ഓസ്ട്രേലിയയും ഒക്കെ ലാൻഡ്സ് ക്ലിയർ ചെയ്ത് അവിടെ ബ്രിട്ടൻ ആവശ്യമായ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. It was not enough merely to clear lands for agriculture. Railway were needed to link the agriculture regions to the port. New harbours had to be built and old ones expanded to ship the new cargoes. People had to settle on the lands to bring them under cultivation. This meant building homes and settlements. All these activities in turn required capital and labour. Capital flowed from financial centres such as London. The demand for labour in places where labour was in short supply, as in America and Australia, led to more migration. അപ്പോൾ എന്താണ്, ലാൻഡ് ക്ലിയർ ചെയ്താൽ മാത്രം പ്രശ്നം തീരില്ലായിരുന്നു. അപ്പോൾ അത് അഗ്രികൾച്ചറൽ ലാൻഡിൽ നിന്ന് പോർട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താണ് റെയിൽവേ ആവശ്യമായിട്ട് വന്നു. അതുപോലെ തന്നെ പുതിയ ഹാർബേഴ്സ് വേണ്ടി വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു. പിന്നെ അവർക്ക് ഇപ്പോൾ വർക്കേഴ്സ് വേണമല്ലോ, വർക്കേഴ്സിന് താമസിക്കാൻ വേണ്ടിയിട്ട് ഹോംസും സെറ്റിൽമെൻറ്റ്സും പണിയേണ്ടി വന്നു. അപ്പോൾ ഇതിനൊക്കെ ക്യാപിറ്റലും ലേബറും വേണ്ടി വന്നു. അതൊക്കെ ക്യാപിറ്റൽ എവിടെ നിന്നാണ് വന്നത്, ലണ്ടനിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഈ ലേബറിൻ്റെ ആവശ്യത്തിലേക്ക് അമേരിക്കയിലും ഓസ്ട്രേലിയയ്ക്കൊക്കെ വർക്കേഴ്സിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് അവരുടെ ആവശ്യത്തിലേക്ക് എന്ത് ചെയ്യാണ്, മൈഗ്രേഷൻ നടക്കുകയാണ്. Nearly 50 million people emigrated from Europe to America and Australia in the 19th century. All over the world, some 150 million were estimated to have left their homes, crossed oceans and vast distance over land in search of better future. നമ്മൾ നോക്കുകയാണെങ്കിൽ 50 മില്യൺ ആൾക്കാരാണ് യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ കുടിയേറിയത്. ലോകം ആകമാനം 150 മില്യൺ ആൾക്കാരെ ഒരു നല്ല ഭാവിക്ക് വേണ്ടി കുടിയേറിയിട്ടുണ്ട്. Thus, by 1890, a global agricultural economy had taken shape, accompanied by complex changes in labor movement patterns, capital flows, ecologies, and technologies. Food no longer came from nearby village or town, but from thousands of miles away. It was not grown by peasants tilling his own land, but by an agricultural worker, perhaps recently arrived, who was now working on a large farm that only a generation ago had most likely been a forest. It was transported by railway, built for the very purpose, and by ships which were increasingly manned in these decades by low-paid workers from southern Europe, Asia, Africa and Caribbean. ഇപ്പോൾ എന്താണ് 1890-കളോടുകൂടി ഈ ഗ്ലോബൽ അഗ്രികൾച്ചർ എക്കണോമിക്ക് ഒരു ഷേപ്പ് കിട്ടുകയാണ്. കോംപ്ലക്സ് ടെക്നോളജിയൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് കടന്നു വരികയാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫുഡ് എങ്ങനെയാണ് നമ്മുടെ തൊട്ടടുത്ത വില്ലേജിൽ നിന്നോ ടൗണിൽ നിന്നൊന്നുമല്ല കൾട്ടിവേറ്റ് ചെയ്ത് വരുന്നത്. ചിലപ്പോൾ മൈൽസുകൾ അവേ അല്ലെങ്കിൽ ആയിരക്കണക്കിന് മൈലുകളുടെ അവയിൽ അപ്പുറത്തു നിന്നായിരിക്കും ഇത് ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങനെ റെയിൽവേ ഒക്കെ വന്നു, അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ വേൾഡ് agricultural economic മാറ്റം ഉണ്ടായി. Some of this dramatic change, though on a smaller scale, occurred close home in West Punjab. Here in British Indian government built a network of irrigation and canals to transform semi-desert waste into fertile agricultural lands that would grow wheat and cotton for export. The canal colonies, as the areas irrigated by the new canals were settled by peasants from other parts of Punjab. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് വെസ്റ്റ് പഞ്ചാബിലും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ് എന്ത് ചെയ്യാണ്, കനാലുകൾ പണിയാണ്, ഇറിഗേഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് കനാലുകൾ പണിയാണ്. അപ്പോൾ ഈ പകുതി മരുഭൂമിയായിട്ട് കിടക്കുന്ന വേസ്റ്റ് ലാൻഡ്
നല്ല ഫെർട്ടൈലായ അഗ്രികൾച്ചറൽ ലാൻഡായിട്ട് മാറി. അവർക്ക് വീറ്റും കോട്ടനും ഒക്കെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറി. അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്ക് പെസൻസ്, പഞ്ചാബിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് പെസൻസൊക്കെ കുടിയേറുകയാണ്. Of course, food is merely an example. A similar story can be told for cotton, the cultivation of which expanded worldwide to feed British textile mills, or rubber. Indeed, so rapidly did regional specialization in the production of commodities develop that between 1820 and 1914, world trade is estimated to have multiplied 25 to 40 times. Nearly 60% of this trade comprised primary product, that in agricultural products such as wheat and cotton, and minerals such as coal. അപ്പോൾ എന്താണ്, ഫുഡ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അതുപോലെ തന്നെയാണ് കോട്ടൻ്റെ കാര്യം. ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽ മിൽസിനെ സംതൃപ്തിപ്പെടുത്താനായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കോട്ടൺ കച്ചവടം കൃഷി ചെയ്യിപ്പിച്ചു. റബ്ബറും അതുപോലെ തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1820 മുതൽ 1914 വരെയുള്ള കാലത്ത് വേൾഡ് ട്രേഡ് 25 മുതൽ 40% ഉയരുകയാണ്. അങ്ങനെ ഈ അഗ്രികൾച്ചറിൻ്റെ അതിലെല്ലാം മിക്കതും 60% അതിൽ പ്രൈമറി പ്രൊഡക്ട്സ് ആണ്. അതായത് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആയ വീറ്റ്, കോട്ടൺ, അതുപോലെ തന്നെ മിനറൽസ് ആയ കോൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. റോൾ ഓഫ് ടെക്നോളജി. What was the role of technology in all this? The railway, steamships, the telegraph, for example, were important inventions without which we cannot imagine the transformed 19th century world. But technological advances were often the result of larger social, political, and economic factors. For example, colonization stimulated a new investment and improvements in transport. Faster railways, lighter wagons, and large ships helped move food more cheaply and quickly from the faraway farms to final markets. അപ്പോൾ ടെക്നോളജിക്കും ഈ 19ാം നൂറ്റാണ്ടിൻ്റെ മാറ്റത്തിൽ ഒരുപാട് വലിയ പങ്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. റെയിൽവേയും സ്റ്റീംഷിപ്പും ടെലിഗ്രാഫും പോലുള്ള കാര്യങ്ങളില്ലെങ്കിൽ ഈ മാറ്റങ്ങൾ ഒരിക്കലും ഉണ്ടാകത്തില്ലായിരുന്നു. അങ്ങനെ എന്താണ്, ഇപ്പോൾ കോളനൈസേഷൻ വഴി ഈ ഫാസ്റ്റർ റെയിൽവേസും ലൈറ്റർ വേഗൻസും ലാർജർ ഷിപ്സും വന്നത് വഴിയാണ് ഈ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എത്തിക്കാനും അതുപോലെ തന്നെ ചീപ്ലി എത്തിക്കാനും സാധിച്ചത്. The trade in meat offers a good example of this connected process. Till the 1870s, animals were shipped live from America to Europe and then slaughtered when they arrived there. But live animals took up a lot of ship space. Many also died in voyage, fell ill, lost weight, or become unfit to eat. Meat was hence an expensive luxury beyond the reach of the European poor. High prices in turn kept demand and production down until the development of new technology, namely refrigerated ships, which enabled the transport of perishable foods over long distance. അപ്പോൾ ഇല്ലെങ്കിൽ ഈ മീറ്റ്സിൻ്റെ കച്ചവടമായിരുന്നു മറ്റൊരു കാര്യം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ആനിമൽസിനെ മീറ്റിന് വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഷിപ്പിൽ കയറ്റി യൂറോപ്യൻ രാജ്യങ്ങൾ എത്തിക്കും, എന്നിട്ട് അവിടെ നിന്ന് സ്ലോട്ടർ ചെയ്യും. അപ്പോൾ ഈ ലൈവ് അനിമൽസിനെ കയറ്റുന്ന വഴി അവിടെ ഷിപ്പിൽ ഒരുപാട് സ്പേസസ് പോകും. അതുപോലെ തന്നെ ഈ യാത്ര മധ്യേ ചിലപ്പോൾ മരിക്കാൻ സാധ്യതയുണ്ട്, വയ്യാതാവാൻ സാധ്യതയുണ്ട്, ഭാരം കുറയാൻ സാധ്യതയുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വന്നത് വഴി ഈ യൂറോപ്യനിലെ സാധാരണക്കാർകളെ പാവങ്ങൾക്ക് ഈ മീറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസീവ് ലക്ഷറി ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പുതിയ ടെക്നോളജി വരുന്നത്, റെഫ്രിജറേറ്റഡ് ഷിപ്സ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റേഴ്സ് ഒക്കെ ഉള്ള ഷിപ്സ്. അപ്പോൾ അതുവഴി ഈ ഫുഡൊക്കെ ലോങ് ഡിസ്റ്റൻസിലേക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റി. Now animals were slaughtered for food at the starting point in America, Australia or New Zealand, and then transported to Europe as frozen meat. This reduced shipping costs and lowered meat prices in Europe. The poor in Europe could now consume a more varied diet. To the earlier monotony of bread and potatoes, many, though not all, could now add meat and butter and eggs to their diet. Better living condition promoted social peace within the country and support from imperialism abroad. നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ അനിമൽസിനെ സ്ലോട്ടർ ചെയ്തിട്ട് മീറ്റ്, അതായത് അമേരിക്കയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് ന്യൂസിലാൻഡിൽ നിന്നൊക്കെ ഈ അനിമൽസിനെ സ്ലോട്ടർ ചെയ്തിട്ട് അവിടെ നിന്ന് മീറ്റ് എടുത്ത് ഫ്രോസൺ മീറ്റാണ് ഇപ്പോൾ യൂറോപ്പിൽ എത്തുന്നത്. അതുവഴി ഷിപ്പിംഗ് കോസ്റ്റും കുറഞ്ഞു, മീറ്റ് പ്രൈസും കുറഞ്ഞു. അപ്പോൾ ഈ പൂർ യൂറോപ്യൻസിന് അവരുടെ ഡയറ്റ് കുറച്ചുകൂടെ വേരിയഡ് ആക്കാൻ പറ്റി. ബ്രെഡും പൊട്ടറ്റോസും മാത്രം കഴിച്ചുകൊണ്ടിരുന്നതിലേക്ക് ഇപ്പോൾ മീറ്റും ആഡ് ചെയ്യാൻ പറ്റി, ബട്ടറും എഗ്ഗൊക്കെ ആഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ അവരുടെ ഡയറ്റ് കുറച്ചുകൂടെ വേരിയഡ് ആവുകയാണ്. അപ്പോൾ ഇത് നല്ലൊരു ജീവിത സാഹചര്യം വഴി സോഷ്യൽ പീസ് കൂടുകയും ഇമ്പീരിയലിസത്തിൻ്റെ സപ്പോർട്ട് കൂടി വരികയും ചെയ്തു. ലേറ്റ് 19th century colonialism.
Trade flourished and markets expanded in the late 19th century, but this was not only a period of expanding trade and increased prosperity. It is important to realize that there was a darker side to this process. In many parts of the world, the expansion of trade and a closer relationship with the world economy also meant a loss of freedoms and livelihoods. Late 19th century European conquest produced many painful economic, social, and ecological changes through which the colonized societies were brought into the world economy. അപ്പോൾ ട്രേഡ് അതുപോലെ മാർക്കറ്റും ഒക്കെ ഫ്ലറിഷ് ചെയ്യുകയാണ് 19th സെഞ്ചുറിയിൽ. അപ്പോൾ ഈ ട്രേഡിൻ്റെ ഒക്കെ ഫ്ലറിഷ്മെൻറ്റ് ഈ കാലഘട്ടത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരു ക്ലോസർ റിലേഷൻഷിപ്പ് വേൾഡ് എക്കണോമിയായിട്ട് ഒക്കെയുള്ള ഒരു ക്ലോസർ റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ പറ്റി. യൂറോപ്യൻ കൺട്രീസ് ഇങ്ങനെ എക്കണോമിക്കലി, സോഷ്യലി ആൻഡ് എക്കണോളജിക്കൽ ചേഞ്ചസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വേൾഡ് എക്കണോമിയിലേക്ക് ഒരു കടന്നുകയറ്റം നമുക്ക് ഈ സമയത്ത് കാണാം. ഇപ്പോൾ ഇവിടെ ആഫ്രിക്കയുടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ മാപ്പ് ഓഫ് ആഫ്രിക്ക. യു വിൽ സീ സം കൺട്രീസ് ബോർഡേഴ്സ് റൺ സ്ട്രേറ്റ് ആസ് ഇഫ് ദേ were drawn using the ruler. Well, in fact, this was almost how rival European powers in Africa drew up the borders, demarcating their respective territories. In 1885, the big European powers met in Berlin to compete the carving up of the American between them. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അമേരിക്കയുടെ മാപ്പ് തന്നിട്ടുണ്ട്. ഈ മാപ്പിൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കാണാം പല അതിർത്തികളും ഇങ്ങനെ സ്കെയിൽ വെച്ച് വരച്ച കണക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ബെർലിനിലൊത്തുകൂടി യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു കാര്യം ചെയ്യുകയാണ്. ഈ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ ആഫ്രിക്കയിലുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യാണ്, മുറിച്ച് അതിർത്തി പങ്കിടുകയാണ്. അല്ലെങ്കിൽ അവർ കച്ചവടം അല്ലെങ്കിൽ അവർ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ മുറിച്ച് പങ്കിടുകയാണ്. അതാണ് നമ്മളിവിടെ മാപ്പിൽ പല സ്ഥലങ്ങളും ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് കാണുന്ന ആഫ്രിക്കയിലെ രാജ്യങ്ങളുടെ ബോർഡേഴ്സ്. Britain and France made a vast addition to their overseas territories in the late 19th century. Belgium and Germany became new colonial powers. The US also became a colonial power in the late 1890s by taking over some colonies earlier held by Spain. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രിട്ടനും ഫ്രാൻസും എന്താണ് ഓവർസീസ് ടെറിട്ടറീസൊക്കെ കൂടുതൽ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ ബ്രിട്ടനും ഫ്രാൻസും പുറം ലോകത്തേക്കുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇങ്ങനെ കീഴടക്കിയാണ്. അതിനോടൊപ്പം ബെൽജിയവും ജർമ്മനിയും ഒക്കെ കോളനൈസേഷനിലേക്ക് കടന്നു വരികയാണ്. അതിനുശേഷം സ്പെയിനിൻ്റെ കീഴിലുണ്ടായിരുന്ന പല സ്ഥലങ്ങളും അമേരിക്ക കീഴടക്കി, USA കീഴടക്കി അവരും കോളനൈസേഷനിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. Rinderpest or the cattle plague. In Africa, in 1890, a fast-spreading disease of cattle plague or Rinderpest had a terrifying impact on the people's livelihood and local economy. This is a good example of widespread European imperial impact on colonized societies. It shows how in this era of conquest, even a disease affecting cattle reshaped the lives and fortunes of thousands of people and their relations with the rest of the world. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റിൻഡർപെസ്റ്റ് അല്ലെങ്കിൽ കാറ്റിൽ പ്ലേഗ് 1890 ആഫ്രിക്കയിൽ കടന്നു കയറുകയും അങ്ങനെ ഈ ഡിസീസ് ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതവും പുറലോകത്തേക്കുള്ള ബന്ധവും മാറ്റിമറിച്ചതായിട്ട് നമുക്ക് കാണാം. ഹിസ്റ്റോറിക്കലി ആഫ്രിക്ക ഹാഡ് അബണ്ടന്റ് ലാൻഡ് ആൻഡ് റിലേറ്റീവ്ലി സ്മാൾ പോപ്പുലേഷൻ. ഫോർ സെഞ്ചുറീസ് ലാൻഡ് ആൻഡ് ലൈവ്സ്റ്റോക്ക് സസ്റ്റെയിൻഡ് ആഫ്രിക്കാസ് ലിവ്ലിഹുഡ് ആൻഡ് പീപ്പിൾ റയർലി വർക്ക്ഡ് ഫോർ എ വേജ്. ഇൻ ലേറ്റ് 19th century ആഫ്രിക്ക there were few consumer goods that wages could buy. If you had been an African possessing land and livestock and there was plenty of both, you too would have seen little reason to work for a wage. അപ്പോൾ ആഫ്രിക്ക എന്ന് പറയുന്ന ഒരുപാട് ലാൻഡുള്ള അതുപോലെ തന്നെ ചെറിയ പോപ്പുലേഷൻ മാത്രമുള്ള ഒരു സ്ഥലമായിരുന്നു പണ്ടൊക്കെ. ആ സമയത്ത് ആൾക്കാർക്ക് എന്താണ് ലാൻഡും ലിവ് സ്റ്റോക്കൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഈ ആഫ്രിക്കൻസിന് പണത്തിന് വേണ്ടി വർക്ക് ചെയ്യേണ്ട അവസ്ഥ കുറച്ചൊക്കെ ഉണ്ടായിട്ടുള്ളായിരുന്നു. അപ്പോൾ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനമൊക്കെ നോക്കുകയാണെങ്കിൽ ആഫ്രിക്കയിൽ കുറച്ച് കൺസ്യൂമർ ഗുഡ്സ് മാത്രമേ ഇങ്ങനെ പൈസ കൊടുത്ത് മേടിക്കേണ്ട ഗതി വന്നിട്ടുള്ളൂ. അപ്പോൾ ആഫ്രിക്കയിൽ ഇങ്ങനെ ഈ ലൈഫ് സ്റ്റോക്കും ലാൻഡ് പ്ലെൻറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഈ പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കാശിന് വേണ്ടി ആർക്കും വർക്ക് ചെയ്യേണ്ട അവസ്ഥയൊന്നും അങ്ങനെ അധികം ഉണ്ടായിട്ടില്ല. ഇൻ ദ ലേറ്റ് 19th century, Europeans were attracted to Africa due to its vast resource and of lands and minerals. European came to Africa hoping to establish plantations and mines to produce crops and minerals for export to Europe, but there was an unexpected problem, a shortage of labor willing to work for wages. അപ്പോൾ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം യൂറോപ്യൻസ് എത്തുകയാണ്.
ആഫ്രിക്കയിലേക്ക് അട്രാക്റ്റഡായി അവിടെ എത്തുകയാണ്. അവിടുത്തെ റിസോഴ്സും ഒക്കെ കണ്ടിട്ടാണ് അങ്ങോട്ട് എത്തുന്നത്. അവിടെ നിന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള മൈൻസ് വഴിയും പ്ലാന്റേഷൻസ് വഴിയും ക്രോപ്സും മിനറൽസും ഒക്കെ എക്സ്പോർട്ട് ചെയ്യാം, യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു അവരുടെ പദ്ധതി. പക്ഷേ അവർ അവിടെ പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടി നേരിട്ടു. എന്താണെന്ന് വെച്ചാൽ അവിടെ തൊഴിൽ അല്ലെങ്കിൽ കൂലിക്ക് വേണ്ടി തൊഴിൽ ചെയ്യാൻ തയ്യാറായ തൊഴിലാളികളില്ലായിരുന്നു. എംപ്ലോയീസ് യൂസ്ഡ് മെനി മെത്തേഡ്സ് ടു റിക്രൂട്ട് ആൻഡ് റിട്ടേൺ ലേബർ. Heavy taxes were imposed which could be paid only by working for wages on plantations and mines. Inheritance laws were changed so that peasants were displaced from lands. Only one member of the family was allowed to inherit land, as a result of which the others were pushed into labor market. Mine workers were also confined in compounds and not allowed to move about freely. ഇപ്പോൾ എന്താണ് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും അവിടെ ചെയ്തു. ആദ്യം ടാക്സ് കൂട്ടുമ്പോൾ എന്താണ് അവരുടെ കീഴടക്കി ടാക്സ് കൂട്ടുന്ന വഴി അവർക്ക് ആ ടാക്സ് അടയ്ക്കണമെങ്കിൽ തൊഴിലിന് പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്ലാന്റേഷൻസിലും മൈൻസിലൊക്കെ തൊഴിലിന് പോയേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ് ലോസ് ചേഞ്ച് ചെയ്തു. അപ്പോൾ ആ ലോ പ്രകാരം ഒരു ഫാമിലിയിൽ ഒരാൾക്ക് മാത്രമേ അവിടെ ലാൻഡ് കൈവശം വയ്ക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർ സാധാരണയായിട്ട് എന്ത് ചെയ്യണം, ഈ ലേബർ മാർക്കറ്റിലേക്ക് പോകേണ്ടി വന്നു. മൈൻ വർക്കേഴ്സിന് അവരുടെ കോമ്പൗണ്ട് ആ മൈൻ വിട്ടു പോകണം ഗവൺമെൻറ് അല്ലെങ്കിൽ അലോ ചെയ്തിരുന്നില്ല. ദെൻ കെയിം ലിൻഡർപെസ്റ്റ്, എ ഡിവാസ്റ്റിംഗ് കാറ്റിൽ ഡിസീസ്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ കാറ്റിൽ ഡിസീസ് അങ്ങോട്ട് കടന്നു വരുന്നത്. Rinderpest arrived in Africa in the late 1880s. It was carried by infected cattle imported from British Asia to feed the Italian soldiers invading Eritrea in East Africa. Entering Africa in the east, Rinderpest moved west like a forest fire, reaching Africa's Atlantic coast in 1892. It reached Cape, Africa's southernmost tip, 5 years later. Along the way, Rinderpest killed 90% of the cattle. ഇപ്പോൾ റിൻഡർപെസ്റ്റ് ആഫ്രിക്കയിൽ 1880 എത്തുന്നത്. അത് എങ്ങനെയാണ് എത്തിയതെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഏഷ്യയിൽ നിന്നും ഇറ്റാലിയൻ സോൾജേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ഇറ്റാലിയൻ സോൾജേഴ്സിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന കാറ്റൽസിൽ നിന്നാണ് ഈസ്റ്റ് ആഫ്രിക്കയിൽ ഈ റിൻഡർപെസ്റ്റ് എത്തുന്നത്. അതിൽ നിന്നും വെസ്റ്റിലേക്ക് എന്താണ് അറ്റ്ലാന്റിക് കോസ്റ്റിലേക്ക് 1892 ഒരു ഫോറസ്റ്റ് ഫയർ കണക്കാണെങ്കിൽ പെട്ടെന്നാണ് ഇത് പടർന്നു പിടിച്ചത്. കേപ്പ് ഒരു പട്ടണത്തിലേക്ക് എന്താണ് 5 വർഷങ്ങൾക്ക് ശേഷം ഈ റിൻഡർപെസ്റ്റ് എത്തിച്ചേർന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ആഫ്രിക്ക മുഴുവൻ ഈ റിൻഡർപെസ്റ്റ് ഇങ്ങനെ പടർന്നു പിടിക്കും. The loss of cattle destroyed African livelihoods. Planters, mine owners and colonial government now successfully monopolized what scarce cattle resource remained to strengthen their power and to force Africans into labor market. Control over the scarce resource of cattle enabled European colonists to conquer and subdue Africa. അപ്പോൾ ഈ ആഫ്രിക്കൻസിൻ്റെ ഈ ജീവിതമാർഗ്ഗം ഈ കാറ്റൽസ് നഷ്ടപ്പെട്ടതോടുകൂടി നഷ്ടമായി. അപ്പോൾ ഇവർക്കൊരു വഴി തുറന്നു കിട്ടുകയാണ്. അല്ലെങ്കിൽ പ്ലാന്റേഴ്സിനും മൈൻ ഓണേഴ്സിനുമൊക്കെ ഇങ്ങനെ അവരെ കൊണ്ട് ലേബർ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ, ആഫ്രിക്കൻസിനെ ലേബർ മാർക്കറ്റിലേക്ക് മാറ്റിക്കാൻ അവർക്ക് സഹായമായി തീരുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വഴി ആഫ്രിക്കൻസിനെ ലേബർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയാണ്. സിമിലർ സ്റ്റോറീസ് ക്യാൻ ബി ടോൾഡ് അബൌട്ട് ദ ഇമ്പാക്ട് ഓഫ് വെസ്റ്റേൺ കോൺക്വസ്റ്റ് ഓൺ അതർ പാർട്സ് ഓഫ് ദ 19th century world. Indentured labor migration from India. The example of indentured labor migration from India also illustrates the two-sided nature of the 19th century world. It was a world of faster economic growth as well as great misery, higher incomes of some and poverty for others, technological advance in some areas and no coercion in others. അപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇൻഡെൻജേർഡ് ലേബർ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ ആൾക്കാരെ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ബോണ്ടഡ് ലേബർ അവിടെ ഒരു കോൺട്രാക്ട് വർക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡിൻ്റെ മുഴുവൻ ഒരു ഇനിക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ പലരും ഭയങ്കര റിച്ചായവർ, കുറച്ച് പേര് വളരെ പോവർട്ടിയിൽ ജീവിക്കുന്നവർ, പിന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് പല സ്ഥലത്തും കാണാൻ പറ്റും, ചില സ്ഥലത്ത് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. In the 19th century, hundreds and thousands of Indian and Chinese laborers went to work on plantations, in mines and in roads and railway construction projects around the world. In India, indentured laborers were hired under contract which promised return travel to India after they had worked 5 years on their employers plantation. അപ്പോൾ 19ാം നൂറ്റാണ്ടിൽ ആയിരക്കണക്കിന് ഇന്ത്യൻസിനെ ചൈനീസ് ലേബേഴ്സിനെയൊക്കെ കൊണ്ടുപോയി അവരുടെ കരാർ എന്തായിരുന്നു, 5 വർഷം അവിടെ വർക്ക് ചെയ്തിട്ട് തിരിച്ചു വിടാം എന്നുള്ളതായിരുന്നു കരാർ.
Most Indian indentured workers came from the present-day regions of eastern Uttar Pradesh, Bihar, central India, and dry districts of Tamil Nadu. In the mid-19th century, these regions experienced many changes. Cottage industries declined, land rents rose, land were cleared for mines and plantation. All this affected the lives of poor. They failed to pay their rents, became deeply indebted, and forced to migrate in search of work. അപ്പോൾ പല ആൾക്കാരും ഇന്ത്യൻസും എവിടെ നിന്നാണ് ഈസ്റ്റേൺ ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും സെൻട്രൽ ഇന്ത്യയിൽ നിന്നും തമിഴ്നാട്ടിലെ പല ജില്ലകളിൽ നിന്നൊക്കെയാണ് പോയത്. അപ്പോൾ ഈ സമയത്ത് അവിടെ പല ചേഞ്ചസും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കോട്ടേജ് ഇൻഡസ്ട്രി നശിച്ചു, ലാൻഡ് റെൻസ് കൂടി, അപ്പോൾ മൈൻസിന് വേണ്ടി പ്ലാന്റേഷന് വേണ്ടി ക്ലിയർ ചെയ്തു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഈ സാധാരണക്കാരൻ്റെ ജീവിതത്തെ അത് ബാധിച്ചു. അവർക്ക് റെൻ്റ് അടയ്ക്കാനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, കടക്കണിയിലായി. അതുവഴി അവർ തൊഴിൽ അന്വേഷിക്കുകയാണ്. The main destination of Indian indentured migrants are the Caribbean islands, mainly Trinidad, Guyana and Suriname, Mauritius and Fiji. Closer home, Tamil migrants went to Ceylon and Malaya. Indentured workers were also recruited for the tree plantations in Assam. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഇന്ത്യൻസിൻ്റെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് വെച്ചാൽ കരീബിയൻ ഐലൻഡ്, മൗറീഷ്യസ്, ഫിജിയൊക്കെ ആയിരുന്നു. പിന്നെ തമിഴ് മൈഗ്രൻസ് എവിടേക്കാണ് പോയത്? ശ്രീലങ്ക, സെയിലോണിലേക്കും മലയിലേക്കുമാണ് പോയത്. പലരും ഈ ആസാമിലെ ട്രീ പ്ലാന്റേഷൻസിലേക്കൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. Recruitment was done by agents engaged by employers and paid a small commission. Many migrants agreed to take up work hoping to escape poverty or oppression in their home village. Agents also tempted the prospective migrants by providing false information about final destination, modes of travel and nature of work, and living and working conditions. Often migrants were not even told that they were to embark on a long sea voyage. Sometimes agents were forcibly abducted ലെസ് വില്ലിങ് മൈഗ്രൻസ്. അപ്പോൾ അങ്ങനെയാണ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസ് ഈ പല കാര്യങ്ങളും ഇവരടുത്ത് പറഞ്ഞിട്ടില്ല, കുറച്ച് കമ്മീഷൻ മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നോ അല്ലെങ്കിൽ എന്താണ് ജോലിയെന്നോ ജോലിയുടെ സ്വഭാവം എന്താണെന്നൊന്നും പറഞ്ഞു കൊടുത്തിരുന്നില്ല. പലർക്കും അറിയില്ലായിരുന്നു ഇവർ ഒരുപാട് ദൂരം കടലിലൂടെ വേണം പോകാനെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അവർ സമ്മതിക്കാത്ത അവരെന്ത് ചെയ്യായിരുന്നു, ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ തട്ടിയെടുത്തുകൊണ്ട് പോവുകയായിരുന്നു. 19th century indenture had been described as a new system of slavery. On arrival at the plantations, laborers found conditions to be different from what they had imagined. Living and working conditions were harsh and there were few legal rights. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 19ാം നൂറ്റാണ്ടിലെ ഇൻഡൻചർ ലേബേഴ്സ് എന്ന് പറയുന്ന പുതിയ സിസ്റ്റം ഓഫ് സ്ലേവറി എന്ന് വേണമെങ്കിൽ പറയാം. അവർ പ്ലാന്റേഷൻസ് എത്തിയപ്പോൾ ലേബേഴ്സ് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. ലിവിങ് വർക്കിംഗ് കണ്ടീഷൻസൊക്കെ വളരെ ഹാർഷായിരുന്നു. അതുപോലെ തന്നെ ഒരു ലീഗൽ റൈറ്റ്സും അവർക്ക് കിട്ടിയിരുന്നില്ല. But workers discovered their own ways of surviving. Many of them escaped into the wilds. Though it caught, they faced severe punishment. Others developed new forms of individual and collective self-expression, blending different cultural forms, old and new. In Trinidad, the annual Muhram procession was transformed into the revered carnival Jose of Imam Hussein, in which workers of all races and religions joined. Similarly, the protest religion of Rastafarianism, made of the famous by the Jamaican reggae of star Bob Marley, is also said to reflect social and cultural links with Indian migrants to the Caribbean. Chutney music, popular in Trinidad and Guyana, is another creative contemporary expression of the post-indenture experience. These forms of cultural fusion are part of making of the global world, where things from different places get mixed, lose their original characteristic and become something entirely new. അപ്പോൾ ഇവിടെ എത്തിയ പലരും പല രീതിയിൽ സർവൈവ് ചെയ്യാൻ തുടങ്ങി. ചിലരൊക്കെ എന്താണ് വൈൽഡിലേക്ക് അല്ലെങ്കിൽ കാടുകളിലേക്ക് എസ്കേപ്പ് ചെയ്യാൻ നോക്കി. പിടിക്കപ്പെട്ട അവർക്ക് നല്ല രീതിയിലുള്ള പണിഷ്മെൻറ്റാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ബാക്കിയുള്ളവർ എന്താണ് പല കൾച്ചറൽ ഫോമുമായിട്ട് കണക്ട് ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ പല ഫെസ്റ്റിവൽസ് അങ്ങനെ ഈ കരീബിയൻ ഐലൻഡിലൊക്കെ വന്നു. പിന്നെ അവരുടെ ഒരു കൾച്ചറൽ മെർജ് നമുക്കിവിടെ കാണാൻ പറ്റി. ഇപ്പോൾ ഈ കൾച്ചറൽ ഫ്യൂഷൻ അവിടെ നടന്നത് വഴി പുതിയതായിട്ട് എന്തൊക്കെയോ അവിടെ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കൾച്ചേഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്ത് വരാൻ തുടങ്ങി. Most indentured workers stayed on after their contract ended or returned to their home after a short spell in India. Consequently, there are large communities of people of Indian descent in the countries. Have you heard of the Nobel Prize-winning writer V.S. Naipaul? Some of you have followed the exploits of West Indian cricketers Shivanarayan Chandrapur and Ramnaresh Sawa. If you have wondered why their names sound vaguely Indian, the answer is that they are descended from indentured labor migrants from India.
അപ്പോൾ എന്താണ് അപ്പോൾ അവിടെ നമുക്ക് ചെന്നപ്പോൾ ഒരു ഇൻഡെൻചേർഡ് ലേബേഴ്സ് വഴി അവിടെ ചെന്ന ഒരു കോൺട്രാക്ട് സമയം കഴിഞ്ഞതിന് ശേഷം അധികം പേരും തിരിച്ച് പോയില്ല. അങ്ങനെ അവിടെ ഒരു ഇന്ത്യൻ ഡെസൻറ്റ് ആ രാജ്യങ്ങളിൽ രൂപപ്പെടുകയാണ്. ഇപ്പോൾ നമ്മൾ നോബൽ പ്രൈസ് വിൻ ചെയ്ത റൈറ്ററായ PS നൈപ്പോൾ, അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റേഴ്സായ ശിവനാരായൺ ചന്ദ്രപോളും രാംനരേഷ് സർവാനും ഒക്കെ ഇങ്ങനെയുള്ള ഇന്ത്യൻ ഡെസൻറ്റിൻ്റെ ഭാഗമാണ്. From the 1900s, Indian nationalist leaders began opposing the system of indentured labor migration and abusive and cruel. It was abolished in 1921. Yet, for a number of decades afterwards, descendants of Indian indentured workers, often thought of coolies, remained an uneasy minority in the Caribbean islands. Some of Nepal's early novel captured their sense of loss and alienation. അപ്പോൾ 1900-കളിൽ നാഷണൽ ലീഡേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ഇതൊക്കെ 1921 ഇത് നിർത്തുകയാണ്. അതിനുശേഷവും ഈ ഇൻഡെൻചേർഡ് ലേബേഴ്സ് അവിടെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാം. BS നൈപ്പോളിൻ്റെ പല കഥകളിൽ ഇതാണ് തീമായിട്ട് വരുന്നത്. ഇന്ത്യൻ എൻ്റർപ്രണേഴ്സ് അബ്രോഡ്, ഗ്രോയിങ് ഫുഡ് ആൻഡ് അതർ ക്രോപ്സ് for the world market record capital. Large plantations could borrow it from banks and markets. But what about the humble peasants? Enter the Indian banker. Do you know Shikhari Puri Sharos or Natukotai Chettias? They were amongst the many groups of bankers and traders who financed export agriculture in Central and Southeast Asia using either their own fund or borrowed from the European banks. They had a sophisticated system to transfer money over long distance and even developed indigenous forms of corporate organizations. Indian traders and money lenders also followed European colonizers into Africa. Hyderabadi Sindhi traders, however, ventured beyond European colonies. From the 1890s, they established flourishing emphoria at busy ports worldwide, selling local and important curios to tourists whose numbers were beginning to swell, thanks to the development of safe and comfortable passenger vessels. അപ്പോൾ എന്താണ്, ഇങ്ങനെ പല ഓണ്ടർപ്രണേഴ്സും ഇന്ത്യയിൽ നിന്നും അബ്രോഡിലേക്ക് പോകാൻ തുടങ്ങി. അവരവിടെ ഇങ്ങനെ കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ തുടങ്ങാൻ തുടങ്ങി. ഇന്ത്യൻ ട്രേഡ്, കൊളോണിയലിസം ആൻഡ് ദ ഗ്ലോബൽ സിസ്റ്റം. ഹിസ്റ്റോറിക്കലി ഫൈൻ കോട്ടൺ പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ വെർ exported to Europe. With industrialization, British cotton manufacture began to expand. The industrialists pressurized the government to restrict cotton imports and protect local industries. Tariffs were imposed on cloth imports into Britain. Consequently, the inflow of fine Indian cotton began to decline. അപ്പോൾ എന്താണ്, അങ്ങനെ യൂറോപ്പിലേക്ക് ഇന്ത്യൻ കോട്ടൺസ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്ത്യൻ ട്രേഡേഴ്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇത് റെസ്ട്രിക്റ്റ് ചെയ്തു, അതായത് താരിഫ്സൊക്കെ കൂട്ടി. അതുവഴി ഈ കച്ചവടം കുറഞ്ഞു വന്നു. ഫ്രം ദ ഏർലി 19th century, British manufacturers also began to seek overseas market for their clothes. Excluded from the British market by tariff barriers, Indian textiles now faced stiff competition in other international markets. If you look at the figure of exports from India, we see a steady decline of the share of cotton textiles from some 30% around 1800s to 50% by 1815. By the 1870s, this proportion had dropped to below 3%. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട്സ് നമുക്ക് കാണാൻ പറ്റി. 1800-കളിൽ 15%, 1800-ൽ 30%, 15%, 1815-ലും 1870-ലായപ്പോൾ 3% താഴെയായി. അങ്ങനെ ഡിക്ലൈൻ ചെയ്ത് വരികയാണ് ഈ എക്സ്പോർട്ട്സ്, ക്ലോത്തിൻ്റെ എക്സ്പോർട്ട്സ്. ഇതിന് കാരണമെന്ന് വെച്ചാൽ ഈ ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ അവരുടെ ക്ലോത്ത്സ് പുറം ലോകത്തേക്ക് കച്ചവടം ചെയ്യുന്ന വഴിയാണ്. വാട്ട് ദെൻ ഡിഡ് ഇന്ത്യ എക്സ്പോർട്ട്? ദ ഫിഗർ അഗെയിൻ ടെൽ എ ഡ്രമാറ്റിക് സ്റ്റോറി. വൈൽ എക്സ്പോർട്ട് of manufacturers declared rapidly, export of raw materials increased equally fast. Between 1812 and 1871, the share of raw cotton exports rose from 5% to 35%. Indigo used for dyeing cloth was another important export for many decades. And as you have read last year, opium shipments to China grew rapidly from the 1820s to become for a while India's single largest export. Britain grew opium to India and exported it to China, and with the money earned through this sale, financed tea and other imports from China. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ സമയത്ത് റോ മെറ്റീരിയൽസിൻ്റെ എക്സ്പോർട്ട്സ് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് കൂടുതലാണ് നമുക്ക് കാണാൻ പറ്റി. 1812 മുതൽ 71 വരെ റോ കോട്ടൺ എക്സ്പോർട്ട് 5% നിന്ന് 35% കൂടി. ഇൻഡിഗോ, നീലത്തിൻ്റെ ഒരു എക്സ്പോർട്ട് എന്താണ് വളരെ രീതിയിൽ കൂടി. ചൈനയിലേക്ക് അവർ ഒപ്പിയം കയറ്റി അയച്ചു, അത് ഇന്ത്യയിൽ നിന്ന് വിളയിച്ചാണ് അയച്ചത്. തിരിച്ചെന്താണ് ടീ പോലുള്ള എക്സ്പോർട്ട്സ് ചൈനയിൽ നിന്നും ചെയ്തു. ഓവർ ദ 19th century, ബ്രിട്ടീഷ് മാനുഫാക്ചേഴ്സ് ഫ്ലഡഡ് ദ ഇന്ത്യൻ മാർക്കറ്റ്. Food grains and raw materials exports from India to Britain and the rest of the world increased.
but the value of British exports to India was much higher than the value of British imports to India. Thus, Britain had a trade surplus with India. Britain used this surplus to balance the trade deficits with other countries. That is with the countries from which Britain was importing more than it was selling to. This is how multilateral settlement system works. It allows one country's deficit with another country to be settled by its surplus with a third country. By helping Britain balance its deficits, India played a crucial role in the late 19th century world economy. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് മാനുഫാക്ചേഴ്സിൻ്റെ ഇന്ത്യൻ മാർക്കറ്റ് അവർ കീഴടക്കിയാണ്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽസ്, ഫുഡ് ഗ്രെയിൻസും റോ മെറ്റീരിയൽസൊക്കെ ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും തിരിച്ച് അവരെന്താണ് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് അവരുടെ പ്രോഡക്റ്റ്സ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത വഴി അവർ ഇവിടെ നിന്ന് അങ്ങോട്ട് അയക്കുന്നതിനേക്കാളും അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചത് വഴി അവർക്കൊരു ട്രേഡ് സർപ്ലൈസ് ഉണ്ടായി. അപ്പോൾ ഇത് എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള അവരുടെ ആ ഒരു ഡെഫിസിറ്റ് കച്ചവടം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സർപ്ലസ് കച്ചവടം ക്രിയേറ്റ് ചെയ്തത്. അതുവഴി ലേറ്റ് 19th സെഞ്ചുറീസിൽ വേൾഡ് എക്കണോമിയുടെ ഒരു ക്രൂഷ്യൽ റോളായിട്ട് ഇന്ത്യ മാറുന്നുണ്ട്. ബ്രിട്ടൻസ് ട്രേഡ് സർപ്ലസ് ഇൻ ഇന്ത്യ ആൾസോ ഹെൽപ്പ് പേ the so-called home charges that included private remittance home by British officials and traders, interest payments on Indians' external debt, and pension of British officials in India.